ആ തെറ്റ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, അളവ് അനുസരിച്ച് നമ്മളെ സമാധാനം പോകും. നമ്മളെ സമാധാനം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റിന്റെ അളവ് അനുസരിച്ച്. അപ്പോ ഞാൻ പറഞ്ഞത് നിസ്സാരമായ ചില ആസ്വാദനങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി സുഹൃത്തുക്കളെ ഈ നിസ്കാരവും ഈമാനും ഒക്കെ കൊണ്ടടക്കണ നമ്മുടെ ജീവിതത്തിന്റെ ഈ ഏറ്റവും നല്ല സമാധാനത്തെയും സന്തോഷത്തെയും നിസ്സാരമായ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടി എന്തിന് നഷ്ടപ്പെടുത്തി കളയണം എന്നാണ് ആലോചിച്ചത്. ഇതിന് വലിയൊരു പണിയൊന്നും വേണം. ഇപ്പൊ നിങ്ങൾ കള്ളുടിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ വിഭജിക്കുന്ന ആൾക്കാരാണോ തോന്നിയാസം കാണിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഇങ്ങനെ ആരും വൈഫും കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫേസ്ബുക്കോ ഇതൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. എന്തരും അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചില സ്ഥലത്ത് നമ്മളൊന്നും ഇങ്ങനെ നിർത്തി നോക്കും, അതിന്റെ ബാക്കി നോക്കും. ആ നോട്ടം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കിന് ഈ മനസ്സിന്റെ സമാധാനം പോയി. കാരണം എന്തരും ധാരാളം അനാവശ്യമായ ചിന്തകളെയും പ്രചോദനങ്ങളെയും വെറുതെ ഇല്ലാത്തതിന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ വലിച്ചിട്ട് ഉള്ള സ്വൈരം നമ്മൾ കളയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. അവിടെ തരൂ വെറുതെ നമ്മൾക്ക് ഇത് ഉണ്ട് എന്ന് കാര്യമില്ല. നമ്മളിപ്പോ ഇതൊക്കെ ആൾക്കാരാണ്. ഇത് അനുഭവത്തിലുണ്ടോ അവനെ ഹിദായത്തും നിർഭയത്തും ഉള്ളൂ എന്ന് അള്ള പറയാണ്. അല്ലാത്തവരുണ്ട് ഞാൻ അങ്ങനെയാണ് ഈമാനാന്ന് ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? ഒരു പേടിയില്ലാത്ത ഒരു ആസ്വാദനം. എത്ര തന്നെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും ഒരു സമാധാനം മനസ്സ് അതൊന്നും നമ്മളെ ബാധിക്കാതെ വളരെ സ്വൈരസ്വസ്ഥതയിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കറക്റ്റ് റൂട്ടിലാണ്. നമ്മളിപ്പോ പോണ റൂട്ട് ക്ലിയറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വാദിച്ചിട്ടും പറഞ്ഞിട്ടും ന്യായീകരിച്ചിട്ടും ഒന്നും കാര്യമില്ല. നമ്മൾ റൂട്ടിലല്ല.